എന്ത് പറയിപ്പിക്കുന്നു? നല്ല കുട്ടിയായിട്ടിരിക്കില്ലേ തൊപ്പിയപ്പോ? പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാ? ഞാൻ കഴിഞ്ഞ കുറെ കാലമായിട്ട് എൻ്റെ ഉപ്പാനോട് സംസാരിക്കില്ല, ഉപ്പാനോട് മിണ്ടില്ല. ഞാൻ പണ്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ട് ഒരു കടയിൽ കയറിയിട്ട് മൊത്തം പൈസ എടുത്ത് ഒറ്റ ഓട്ടോ ഓടി, മൊത്തം മടിയിലാക്കിയിട്ട് ഒറ്റ ഓട്ടോ ഓടി. പൈസ ഇങ്ങനെ വേറിക്കൊണ്ട് ഓടിയ റോട്ടിൽ കൂടെ. അതിൻ്റെ ട്രെയിൽസ് വെച്ച് നാട്ടുകാർ വന്ന് പിടിച്ച്, ബാക്കിൽ നിന്ന് വന്ന് പിടിച്ച് നാട്ടുകാർ പിടിച്ച് കെട്ടിയിട്ട് മൊത്തം ഇങ്ങനെ റോട്ട് മൊത്തം നടത്തിച്ച്. എന്നിട്ട് എൻ്റെ ഉമ്മാനെ വിളിപ്പിച്ച്. എന്നിട്ട് എൻ്റെ ഉമ്മ വന്നിട്ട് ഉമ്മ റോട്ട് വന്ന് ബോധം കെട്ട് വീണ്. അതിന് ശേഷം ഉപ്പാനോട് മിണ്ടില്ല. അതിന് ശേഷം വീട്ടിലും എന്നൊക്കെ നാട്ടിലും എല്ലാം അങ്ങനത്തെ ഒരു ഇതായി, മനസ്സിലായോ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. ഞാൻ എന്തിനാ ചെയ്ത്? പണ്ടൊരു ഗെയിം ബോയ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഇങ്ങനെ ഗെയിം കളിക്കുന്ന ഒരു സാധനമുണ്ട്. വീട്ടില് അതിന് പൈസ ചോദിച്ചാൽ തരൂല, ഹറാമാണ്. എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ഇസ്ലാം ബാക്ക്ഗ്രൗണ്ടാണ്. മ്യൂസിക് കേൾക്കാൻ പറ്റില്ല, സിനിമ കാണാൻ പറ്റൂല, പിന്നെ എല്ലാം ഹറാമാണ്, ലോകത്തെല്ലാം ഹറാമാണ്. അപ്പം ഗെയിം ബോയ്ക്കൊന്നും പൈസ ചോദിച്ചാൽ ജന്മത്തിൽ തരൂല. അപ്പം എനക്ക് വേറെ വഴിയില്ല. ഞാൻ സ്കൂൾ വിട്ട് ബാഗും വീട്ടിൽ റൂമിൽ വെച്ചിട്ട് പോയി ആദ്യം കണ്ട കടയിൽ കയറി ഉള്ള പൈസ അങ്ങനെ എടുത്ത് കയ്യിൽ അങ്ങനെ തന്നെ മടിയിൽ അങ്ങനെ വാരി എടുത്തിട്ട് ഓടി. അങ്ങനെ അതിന് ശേഷം അതാ ഞാൻ പറഞ്ഞേ. അപ്പൊ വീട്ടിൽ നിന്ന് പൈസ തരാത്തോണ്ടാണ് തൊപ്പി അത് അങ്ങനെ എടുക്കാൻ നോക്കിയതല്ലേ? വീട്ടിൽ നിന്ന് പൈസ തരാത്തോണ്ടല്ലോ, വീട്ടിലെ ഇത് അങ്ങനെയാണ്. അങ്ങനെ ചോദിക്കുന്നത് പോലും ഇതാണ്, മനസ്സിലായോ? ഭയങ്കര സ്ട്രോങ് ഇസ്ലാം ബാക്ക്ഗ്രൗണ്ട്. ഇങ്ങനത്തെ അത്രയും സ്ട്രിക്റ്റ് ഇതിൽ ഞാൻ വളർന്നത്, മനസ്സിലായോ? അപ്പോ അങ്ങനെ പറ്റിയതാണ്. പിന്നെ അതിന് ശേഷം ഇപ്പൊ എന്നോട് മിണ്ടിയിട്ടില്ല, ഇതുവരെ മിണ്ടിയിട്ടില്ല. ഇപ്പൊ എത്ര 15ാമത്തെ വയസ്സിലാന്ന് തോന്നുന്നു. 10 കൊല്ലായി, 10 കൊല്ലാനായി. ഇല്ല, 10 കൊല്ലായിട്ടില്ല. അതിന് ശേഷം ഇതുവരെ മിണ്ടിയിട്ടില്ല. ഉപ്പ സെയിം വീട്ടിൽ തന്നെ, എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ ഒന്ന് ചിരിക്കും. അല്ല സോറി, എൻ്റെ സെയിം, ഞാൻ താമസിക്കുന്ന സെയിം വീട്ടിൽ തന്നെയാണ്. എല്ലാ ദിവസവും വരികയും ചെയ്യും, ഫുഡ് കഴിക്കും, അവിടെ തന്നെ ഉറങ്ങുന്ന എല്ലാം. നമ്മൾ രണ്ടാളും ഒരു വീട്ടിൽ തന്നെ, പക്ഷെ സംസാരിക്കില്ല. അതിൻ്റെ ഒരു ഇത്. തൊപ്പിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ ഉപ്പ, ഉമ്മ, 2 അനിയത്തിമാർ, 1 അനിയൻ, ഉമ്മാമ. പിന്നെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്, അവര് പക്ഷെ ഗൾഫിലാണ്. നിങ്ങൾ ജോയിന്റ് ഫാമിലി ആണോ? ഓക്കെ. അപ്പൊ ഈ അനിയത്തിമാർക്കും ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും അല്ലേ, ഇത്രയും റെസ്ട്രിക്ഷനിൽ നിൽക്കുമ്പോ? അപ്പൊ ഇത്രയും റെസ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി ഇങ്ങനെ ഒരു ലൈവും കാര്യങ്ങളൊക്കെ വീട്ടിലിങ്ങനെ നടക്കുമ്പോ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവര് സംസാരിക്കാറുണ്ടോ? ഉണ്ട്. ഞാൻ ഓരോ ലൈവ് വരുന്നത് ഓരോ യുദ്ധം കഴിഞ്ഞിട്ടാണ്. കാരണം വീട്ടുകാരെ മാത്രല്ല, ഈ കുടുംബക്കാരെന്നൊരു സംഭവം ഉണ്ട്. ഇങ്ങനെ ഇടക്കിടക്ക് വന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ചെയ്യുന്നതെല്ലാം അള്ളാഹ്ക്ക് നിരക്കാത്തതാണ്, ഹറാമാണ്, അങ്ങനത്തെ രീതിയിൽ പറയുന്ന മാത്രല്ല ഇടക്കിടക്ക് വന്ന് അടങ്ങാറാക്കും, ടോർച്ചറാണ്. അപ്പോ അവരൊരു ഫൈറ്റ് ചെയ്യും. ഞാൻ ഫൈറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഓരോ സ്ട്രീം തുടങ്ങുമ്പോ ഇങ്ങനെ ഇവരായിട്ട് ജയിച്ചിട്ട് വേണം എനിക്ക് സ്ട്രീം തുടങ്ങാൻ. ഇങ്ങനെ ഇടക്കിടക്ക് വന്ന് തളർത്തും, നാട്ടുകാരായാലും വീട്ടുകാരായാലും. എൻ്റെ സ്വന്തം അനിയൻ പോലും സപ്പോർട്ടില്ല. അനിയനെ നടക്കാൻ എനിക്ക് എഗെയിൻസ്റ്റാണ്, വീട്ടുകാർ ഒന്നിച്ചാണ്. ഞാൻ കുറച്ചതിനെ വീട്ടിൽ നിന്ന് മാറി പോവാനിപ്പോ ഒരു സ്ഥലമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്നു. വീട്ടിൽ നിന്ന് മാറാനുള്ള പ്ലാനിലാണോ ഇപ്പൊ? വീട്ടിൽ നിന്ന് മാറേണ്ടി വരൂലേ. അപ്പൊ അങ്ങനെ വിടുവോ അവര് തൊപ്പിനെ? ഉമ്മയൊന്നും വിടൂല, പക്ഷെ ഈ കുടുംബക്കാരും ഈ കാരണവന്മാരെല്ലാം ഭയങ്കര സീനാണ്. വീട്ടില് ഉമ്മാന്റെ ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഉമ്മാക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോ ഉമ്മ ഇറങ്ങി പോകാൻ പറയും, അവര് പ്രഷറാക്കി ഉമ്മ ഇറങ്ങി പോകാൻ പറയും. പിന്നെ പോകേണ്ടി വരൂല. അപ്പൊ എവിടെയും പോകേണ്ടി വരും. ഏതെങ്കിലും ബൂട്ട് ക്യാമ്പോ അല്ലെങ്കിൽ സ്ട്രീം ചെയ്യുന്ന ഏതെങ്കിലും സ്ഥലമോ അല്ലെങ്കിൽ റൂം എടുത്ത് മാറണം, ഉണ്ടെങ്കിൽ നോക്കണം.